നല്ല പ്രായമുള്ള മമ്മൂട്ടി, നട മമ്മൂട്ടിക്ക് അത് ചെയ്യാം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നമ്മളുടെ ഫുഡിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നതെന്നുള്ളത്. എനിക്ക് യൂട്രസിന്റെ എല്ലാ ഡിസോർഡേഴ്സും സുഖമായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ 100% എനിക്കത് റിവേഴ്സ് ചെയ്ത് തരാൻ പറ്റും. അപ്പൊ ആ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സും അതുപോലെ തന്നെ ആൾക്കാർ തമ്മിലുള്ള തമ്മിത്തല്ലും കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞു കൊച്ചു പറയും, ഓ എനിക്ക് ആകെ പാനിക്കായി പോയി, ഡിപ്രഷനാണ്, അങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അവരാ ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലല്ലേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി നമ്മോടൊപ്പം ഇന്ന് ഹെൽത്ത് പ്ലസിൽ ചേരുന്നത് ഡോക്ടർ അഖില വിനോദ്, യോഗാശ്രം. നമസ്കാരം. എന്താണ് യോഗ തെറാപ്പി? ഇപ്പൊ ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? യോഗ തെറാപ്പി എന്ന് പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയണ പോലെ തന്നെയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യോഗ ക്ലാസ്സസ്, ഇപ്പം നമ്മൾ ഗ്രൂപ്പ് യോഗ ക്ലാസ്സസിൽ പോകുമ്പോൾ അത് ഹെൽത്തി ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുക. അവരുടെ ഒരു ഡെയിലി ലൈഫിലുള്ള ഒരു എക്സസൈസ് ഫോമാണ്, അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സിൽ പോകുന്നത്. അതേസമയം നമ്മളൊരു പേഷ്യൻസ്, അവർക്ക് നടുവേദന വന്നു അല്ലെങ്കിൽ അവർക്കൊരു സർവൈക്കൽ സ്പോണ്ടിലോസിസ് വന്നു, അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, നമ്മളുടെ പോലത്തെ ഒരു എക്സ്പെർട്ട് ഗൈഡൻസിൽ വന്നിട്ട് ഇന്ന യോഗ പോസ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ഒരു ഡോക്ടർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് യോഗ തെറാപ്പി. അപ്പൊ നമ്മളിപ്പോ ഒരു യോഗ ആസനാസും അല്ലെങ്കിൽ യോഗ തെറാപ്പിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം? യോഗാസനാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല രീതിയിലുള്ള യോഗാസനാസിന്റെ പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ അഷ്ടാംഗ യോഗ, വിക്രം യോഗ, അങ്ങനെ ഒത്തിരി, അതായത് ഇപ്പോ ഓരോരുത്തരുടെ പേരിൽ പല യോഗകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മള് അതായത് 5.5 വർഷത്തെ ബിരുദമാണ് നമ്മൾ യോഗയിൽ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഓരോ അസുഖങ്ങളുടെ റിസർച്ച് പേപ്പേഴ്സ്, ആ പർട്ടിക്കുലർ അസുഖത്തിന് ഏതൊക്കെ യോഗ പോസ്റ്റേഴ്സ് ആണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് ഏതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്ന് പറയും, അതായത് അതിന് ചെയ്യാൻ പാടില്ലാത്തത്, അത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു നിസ്സാര ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഹെർണിയ ഉള്ള ഒരാള്, അയാൾക്ക് ഒരിക്കലും 90 ഡിഗ്രി പോസിൽ കാല് പൊക്കാനോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഹെർണിയയുടെ ഇത് കൂടുതൽ സ്ട്രെയിൻഡ് ആവും. പക്ഷെ ആ ആള് അറിയാതെ ഒരു ഗ്രൂപ്പ് യോഗയിൽ പോയി നോർമലായിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് യോഗ ചെയ്യാം, അപ്പൊ ആൾക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതേസമയം ആള് നമ്മളുടെ ഒരു ഡോക്ടറിന്റെ കീഴിൽ 1-to-1 ആയിട്ട് അത് ട്രെയിൻഡ് ആവുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ, ഒരു 10 യോഗ പോസ്റ്റേഴ്സ്, അത് ഹഠയോഗ എന്ന് പറയും, അതായത് യോഗ ഫോർ വെൽനെസ്, അതാണ് നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് അത് അത്ര ഒരു പരിചിതമായിട്ടുള്ള സംഭവമല്ല. എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ എന്ത് തരം അസുഖമുള്ള ആൾക്കാരാണ് സാധാരണയായിട്ട് ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ പേഷ്യൻസ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 14 വർഷം കുവൈറ്റിലായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് വേറെ ഒരു ഡോക്ടറായിട്ട് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ യോഗയിൽ മാത്രമായിരുന്നു എൻ്റെ 14 വർഷത്തെ എക്സ്പീരിയൻസ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്നാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറോപ്പതി ഡോക്ടറാണ് നമ്മൾ. അപ്പൊ അതിന്റെ കൂടെ യോഗ തെറാപ്പിയിൽ നമ്മൾ ബിരുദം നേടിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ യോഗ തെറാപ്പിസ്റ്റ് എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നത്. നാച്ചുറോപ്പതി എന്ന് പറയുന്ന നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൈഗ്രെയിൻ ആയിട്ടൊരു പേഷ്യന്റ് വരികയാണ്. ആ മൈഗ്രെയിൻ ആയിട്ടുള്ള പേഷ്യന്റ് വന്നിട്ട് ആള് പറയാണ് എനിക്ക് യോഗ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മള് വേഗം തന്നെ നമ്മൾ യോഗ ചെയ്തുകൊണ്ട് അവരുടെ മൈഗ്രെയിൻ മാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കേസ് ഹിസ്റ്ററി എടുക്കും, അത് 1 hour എടുക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള ഒരു ഇതായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ അവരുടെ റൂട്ട് കോസിലേക്ക് നമ്മൾ പോയിട്ട് എന്തെങ്കിലും അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ. ഇപ്പം മിക്ക ചെറുപ്പക്കാരില് മൈഗ്രെയിൻ വരുന്ന അവരുടെ വയറ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഈ മൈഗ്രെയിന്റെ മൂല കാരണം എന്താ അറിയോ, H. pylori ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പ്രസന്റ് ആയത്. അപ്പൊ നമ്മൾ ചുമ്മാ അക്യുപഞ്ചർ ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്തുകൊണ്ട് മൈഗ്രെയിൻ മാറുമോ? അപ്പൊ അതിന്റെ H. pylori ബാക്ടീരിയ മാറ്റാനുള്ള ഡയറ്റ്, അതിനുള്ള ഒറ്റമൂലികൾ കൊടുത്ത് വയറ് സെറ്റാക്കി അതിനുശേഷം അക്യുപഞ്ചറോ യോഗ തെറാപ്പി ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്.
ഡോക്ടർ ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ മൈഗ്രെയിൻ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരുന്ന ഒരാളുടെ കേസ് ഹിസ്റ്ററി എടുക്കുന്നു പറഞ്ഞു. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ടെസ്റ്റ് ചെയ്യോ അതോ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെയുള്ള ടെസ്റ്റ് അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്താൽ മാത്രമല്ല ഇപ്പൊ ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ഇപ്പൊ കൂടുതലും പേഷ്യൻസ് എന്ന് വെച്ചാൽ ഒത്തിരി ടെസ്റ്റുകൾ പലപ്പോഴും പല ഡോക്ടേഴ്സും അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ എഴുതി കൊടുക്കുന്നതുകൊണ്ട് അവർക്കിപ്പോ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ അവർക്കൊരു ഇറിറ്റേഷൻ വരും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ വീണ്ടും ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഭയങ്കര തുമ്മല്, രാവിലെ എണീറ്റ ഭയങ്കര തുമ്മലുള്ള കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ വഴി കുറെ തുമ്മും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് പറയും IgE ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ IgE ലെവല് കൂടുതലായി കഴിഞ്ഞാൽ അവരുടെ മൂലകാരണം കണ്ടുപിടിച്ച് ചിലപ്പോ അവർക്കൊരു ശരിക്കും പറഞ്ഞ ഒരു മലബന്ധമായിരിക്കാം അവരുടെ പ്രശ്നം. അപ്പൊ ആ മലബന്ധത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ തുമ്മല് മാറും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്ത് കിടക്കണമെന്ന് അറിയാനായിട്ട് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് അല്ല, പക്ഷെ ഇനിയും നമ്മൾക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് അതിന്റെ ആ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പിന്നെ ആ തുമ്മലിനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ വയറിനെ ശരിയാക്കിക്കൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ഏജ് ഇപ്പൊ നമ്മളൊരു യോഗ തെറാപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇത്ര പ്രായത്തിന്റെ ഉള്ളിൽ വരണം അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റാണ്ടാവോ? അങ്ങനെ ഒരു ഏജ് ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ആക്ച്വലി യോഗ ഇസ് ഫോർ ഓൾ ഏജസ് എന്ന് പറയും. പക്ഷെ അത് ചെയ്യേണ്ട രീതി, ആ ആൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു തീരെ വയ്യാതെ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക് ഈ 65 വയസ്സാണ് പ്രായം എന്ന് വിചാരിക്കുക, ആള് ബെഡ് റിഡൺ ആണ്. പക്ഷെ 65 വയസ്സുള്ള ഒരാൾക്ക് യോഗ ചെയ്യാന്ന് പറയുമ്പോൾ ആ ആൾക്ക് തീരെ വയ്യ. പക്ഷെ 65 വയസ്സുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പൊ നല്ല പ്രായമുള്ള മമ്മൂട്ടി, നടൻ മമ്മൂട്ടിക്ക് അത് ചെയ്യാം. പക്ഷെ നടൻ മമ്മൂട്ടിയുടെ സെയിം പ്രായമുള്ള ഒരാള് തീരെ വയ്യാണ്ട് കട്ടിലിൽ കിടക്കുവാണെങ്കിൽ ആൾക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. ബേസിക്കലി നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷനാണ് അതിനെ ഡിസൈഡ് ചെയ്യണേ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചെയർ യോഗ കൊടുക്കാം. അവർക്ക് പറ്റാവുന്ന ഇതുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. കുട്ടികൾക്ക് തൊട്ട് നമ്മളിപ്പോ കൂടുതലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ ഏത് ഏജ് തൊട്ടാണ്. അവിടെ നമുക്കൊരു കാര്യമുണ്ട്. അതായത് ഒരു 6 വയസ്സ് തൊട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ആസ് എ ഡോക്ടർ. കാരണം ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. കുട്ടികളെ കൊണ്ടുപോയി കുറെ അഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ച് ഇതായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഇൻഡസ്റ്റൈനിൽ പലപ്പോഴും ഇഞ്ചുറീസ് വരാം. അതുപോലെ തന്നെ കൈകാലുകൾക്ക് ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെയും അത് സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അവര് ഹീലാവും. പക്ഷെ എന്നിരുന്നാലും പേരൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവരെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യരുത്. അവരുടെ ഒരു അവയവങ്ങളെ വളരെ സൂക്ഷിച്ച് തന്നെ വേണം നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ. അപ്പൊ 6 വയസ്സ് തൊട്ടേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖം നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒത്തിരി ആൾക്കാർക്കുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് നെഞ്ചിരിച്ചില്. ഒരുമാതിരി എനിക്ക് ആൾക്കാർക്ക് മുഴുവൻ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്ന ഒരു സാധനം. അതിനെന്താണ് ശരിക്കും പറഞ്ഞാൽ പ്രായഭേദം തന്നെ എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു ഓടി നടക്കുന്ന പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. അതെങ്ങനെയാണ് അതിന്റെ ഒരു റീസൺ എന്താണ്? ഡോക്ടർ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പേർട്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എനിക്ക് തോന്നുന്നു GRD എന്ന് പറഞ്ഞ ഒരു വൈറലായിട്ട് ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ കടല് കടന്നു. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് 50,000 രൂപ മുടക്കിയവർ എന്റെ 500 രൂപയുടെ കൺസൾട്ടേഷൻ വന്നു. അപ്പൊ ഇന്നും എൻ്റെ ഒരു ക്ലയന്റ് നമ്മുടെ ഈ ഷൂട്ടിന് മുമ്പും ആളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ ആ GRD പേഷ്യൻസിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം GRD എന്ന് പറയുന്ന, അതായത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ആസിഡ് റിഫ്ലക്സിന്റെ ഏറ്റവും പറയുന്ന പോലെ ഭയാനകമായ ഒരു അവസ്ഥ, ആ അവസ്ഥയിലൂടെ പോയ ഒരാളാണ് ഞാൻ. അപ്പൊ ഇനി ഒരിക്കലും ലോകത്തിൽ ആ ഒരു അവസ്ഥ വെച്ച ഒരാളും കഷ്ടപ്പെടരുതെന്ന് എൻ്റെ ഒരു ചലഞ്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ 100% എനിക്കത് റിവേഴ്സ് ചെയ്ത് തരാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ മൂലകാരണമായ വൈറ്റമിൻ D ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ H. പൈലോറി ബാക്ടീരിയ, നേരത്തെ ഞാൻ പറഞ്ഞ H. പൈലോറി ബാക്ടീരിയ, വയറിന്റെ ഒരു വാൽവിന്റെ ലൂസ് ആവുന്ന ഒരവസ്ഥ, ഇതേതാണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് എനിക്ക് അറിയാതെ ആയിപ്പോയി. കാരണം ഞാനിപ്പോ 2021 എനിക്ക് ആ പ്രശ്നം വന്നത്. അന്നേരം ഞാനൊരു വൈറൽ വീഡിയോ ഇട്ടു. ഞാൻ ലൈവ് പോയി, എന്റെ ഇങ്ങനെയായിരുന്നു അവസ്ഥ. അത് കണ്ട് എനിക്ക് ലോകത്തിലുള്ള സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ പോലെ എല്ലാ ലോകത്തു നിന്നുള്ള ആൾക്കാർക്കും ഞാൻ കൺസൾട്ടേഷൻ എടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ
മോർ ദാൻ 15,000 പേഷ്യൻസിനെ ഈ GRD കേസ് തന്നെ ഞാൻ ഈ സമയം കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതും സക്സസ്ഫുള്ളി. മേ ബി ഒരു 5% ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അത് അവര് യോഗ ചെയ്യാത്തോണ്ടാണ്. അത് ഞാൻ അവരെ തന്നെ കുറ്റം പറയും. കാരണം ഞാൻ എന്റെ ശരീരത്തിൽ 7-8 മാസം ഞാൻ അണ്ടർ വെയിറ്റ് ആയി പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ, പക്ഷെ എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലേ. ഇപ്പൊ എല്ലാരും എന്നോട് പറയില്ലേ കുറുന്തോട്ടിക്കും വാദം എന്ന് പറയും, എന്നെ കളിയാക്കും. അപ്പൊ എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് തരണം ചെയ്യണം. പക്ഷെ എന്നെ അവിടെ സഹായിച്ചത് എന്റെ യോഗയാണ്. അതായത് ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും എന്റെ നിത്യമായിട്ടുള്ള എന്റെ ക്ലാസ്സുകൾ ഞാൻ മാറ്റിവെക്കാത്തതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ എന്റെ ശരീരത്തിൽ പരീക്ഷിച്ച ആഹാരങ്ങളാണ് ഞാൻ എന്റെ പേഷ്യൻസിന് കൊടുക്കുന്നത്. അവര് ഏതൊരു ലോകത്തുനിന്ന് വന്നാലും അവർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേറെ ഷൂട്ടും എന്ത് കാര്യങ്ങളും ഉള്ളൂ. കാരണം അതിന്റെ എന്താ പറയുക, അതിന്റെ ബിറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഈ GRD കേസിന്റെ ആ വീഡിയോയാണ് ഇന്നിപ്പോ ഈ യോഗാശ്രമിൽ വരുന്ന എല്ലാ ആൾക്കാരിലും എനിക്ക് തോന്നുന്നു 90% വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും. ബാക്കി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വയറ് സംബന്ധമായിട്ടുള്ള ആങ്സൈറ്റിയും ഡിപ്രഷനും. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊരു മോട്ടിവേഷൻ കഥകൾ പറയും, അതുപോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളാണ്. സാധാരണക്കാർക്ക് കൊടുക്കില്ല. വളരെ എന്താ പറയുക, അവര് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു കുഴിയിൽ പെട്ടിരിക്കുക, ഒരു കുട്ടിയാന. അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു വേര് കിട്ടാനായിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞടക്കും. അത് പറഞ്ഞ പോലെ അവർ ആ കച്ചിത്തുരുമ്പ് പിടിക്കാൻ, അതിനകത്തേക്ക് അവരെ ഒന്ന് പതുക്കെ ഒന്ന് കൈ പിടിച്ചൊന്ന് കയറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ ആ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഞാൻ കാണാറില്ല. പക്ഷെ ആ കയറ്റി കൊടുക്കുന്നതിൽ ഒരു സംതൃപ്തി ഉണ്ട്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം. അല്ല, ഈ ആങ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളിലും അതാണ്. വർക്ക് സ്ട്രെസ്, കുട്ടികൾ അറ്റാക്ക് വന്ന് മരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഇപ്പൊ ഡോക്ടർ പറയാ, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ആ ഒരു പേഷ്യന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കുക? ഇങ്ങനെ അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രെസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ എന്താണ് ഡോക്ടർക്ക് അവരോട് ഇപ്പൊ സംസാരിക്കാൻ? എനിക്ക് അവരോട് ഒത്തിരി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം ഏത് മാനസിക അവസ്ഥയുള്ള ഒരാളോടും ഞാൻ ആദ്യം പറയാ വൈറ്റമിൻ D ചെക്ക് ചെയ്യാൻ പറയും. വൈറ്റമിൻ D എന്ന് പറയാൻ ഞാനൊരു എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചുമ്മാ ഈ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു കഥയായിട്ട് പറയുമായിരിക്കും നല്ലത്. ഈ ഒരു പോളാർ റീജിയൻസിൽ അവിടെ ഒരു സർവേ നടത്തി. അതായത് ആ സ്ഥലത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അടികൂടുക, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുക, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് എല്ലാ ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ വൈറ്റമിൻ D ഇവരിൽ ഡെഫിഷ്യന്റ് ആവുന്നത്. കാരണം അവിടെ സൂര്യപ്രകാശം ഇല്ല. അപ്പൊ ആ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സും അതുപോലെ തന്നെ ആൾക്കാർ തമ്മിലുള്ള തമ്മിത്തല്ലും കൂടുതലാണ്. അപ്പൊ ഇവര് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ഇത് ചെയ്തിട്ട് ആൾക്കാർക്ക് വൈറ്റമിൻ D സപ്ലിമെന്റ് കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി 2-3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലാണ്ടായി മാറി. അപ്പൊ ആ ഒരു റീസൺ വൈറ്റമിൻ D എന്ന് പറയുന്ന ആ ഒരു ഘടകം നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. എസ്പെഷ്യലി ചെറുപ്പക്കാരില്ലേ, അവര് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് IT ഫീൽഡിലാണെങ്കിൽ അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ പൊന്നു ഡോക്ടറെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേര് വരാറുണ്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങൾ വൈറ്റമിൻ D ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ബിലോ 10 ആയിരിക്കും. ഞാൻ പറഞ്ഞു താൻ വൈറ്റമിൻ D ആഴ്ചയിൽ ഒരു 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് കഴിച്ചാൽ മതി. അത് എത്ര മാസം എന്നുള്ളത് അത് നോക്കി ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ആരും പോയി വൈറ്റമിൻ D പെട്ടെന്ന് മേടിച്ച് കഴിക്കരുത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആ ആൾ ഓക്കെ. കാരണം അത്രയും ഡോസേജ് കയറിപ്പോയപ്പോ തന്നെ ആൾ ഓക്കെ. പക്ഷെ അത് കാരണം അറിയാതെയാണ് പലപ്പോഴും പലരും സൈക്യാട്രിയിലേക്ക് പോകുന്നത്. അപ്പൊ ഭയങ്കര ഡേഞ്ചർ ആണ്. കാരണം അവര് പിന്നെ ആ സ്ലീപ്പിംഗ് പിൽസിലും ആ സൈക്യാട്രിക് മെഡിസിൻസിലേക്കും അഡിക്റ്റ് ആവുകയാണ്. ഒരു ചെറിയ വൈറ്റമിൻ D കൊടുത്താണ് ഞാൻ എന്റെ പേഷ്യന്റിന്റെ മാനസിക ആരോഗ്യം. പിന്നെ ബ്രത്ത് വർക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവര് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ നമ്മുടെ കാർന്നോമാർക്കൊന്നും ഈ പാനിക് അറ്റാക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കൊച്ചു പറയും, എനിക്ക് ആകെ പാനിക്കായി പോയി, ഡിപ്രഷനാണ്, അങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന അവരെ ബ്രത്ത്ലെസ്നെസ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികളിലുള്ള പ്രശ്നം വരുന്നത്. നമ്മളുടെ എന്താ പ്രശ്നം പറയാ, അഡൽസിന്റെ നമ്മുടെ പ്രസ്റ്റീജ്, നമ്മുടെ ഇമേജ്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും വെൽ ഓഫ് ആണ്.
അപ്പൊ എനിക്ക് അവിടെ താഴാൻ പറ്റില്ല. ഇത് മുഴുവൻ ഇമേജിന്റെയും ഈഗോയുടെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി വരുന്നത്. കുഞ്ഞുങ്ങളിലാവട്ടെ അവരുടെ വീട്ടിൽ ചെന്ന അച്ഛനും അമ്മയും ശരിയാക്കും അവരെ 90% എബോ ഇല്ലെങ്കിൽ. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ടാർഗറ്റ്സ് എല്ലാ കാര്യത്തിലും ഈ ജീവിതത്തിൽ നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള, എല്ലാവർക്കും ടാർഗറ്റ്സിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളുടെ അപ്പൂപ്പന്മാരൊക്കെ ആൽത്തറയുടെ ചോട്ടിലൊക്കെ ഇരുന്ന് നല്ല ചീട്ട് കളിച്ച് സന്തോഷമായിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ശരിക്കും മാനസികാരോഗ്യം കെട്ടുപോകുന്നതിന്റെ കാരണങ്ങൾ. ഇപ്പൊ ഈ യോഗയിൽ തന്നെ നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമല്ലോ, അതായത് ബോധ്യം എന്നാണോ പറയുന്നത്, മൈൻഡ്ഫുൾനെസ്. ആ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ശരിക്കും വളരെ ആവശ്യം. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും അത് ഒരു യോഗയാണ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് ചൂ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നതിന് ആണല്ലോ. അപ്പൊ നമ്മൾ ഈ യോഗയും ഈ ഒരു മൈൻഡ്ഫുൾനെസ്സും സെയിം തന്നെയാണോ, അതോ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റി ആയിട്ടാണോ വർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും? ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ മൈൻഡ്ഫുൾ ആയാലേ യോഗ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ജിമ്മിൽ ഒരു എക്സസൈസ് ആണ്, അപ്പൊ ആ ജിമ്മിൽ എക്സസൈസ് അത് ഒത്തിരി ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ടൊന്നും ആ ഒരു ഡംബൽ എടുത്തിട്ട് പൊക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഇൻസ്ട്രക്ടർ പറയുന്നു ഇതെടുത്ത് ഇങ്ങനെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മാത്രം അവിടെ ആവശ്യമുള്ളൂ. പക്ഷെ യോഗയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു കാലിലേക്ക് പിടിക്കുന്ന ഒരു സ്ട്രെച്ച്, നിങ്ങളുടെ ഏതൊക്കെ മസിൽസ് ആണ് അവിടെ സ്ട്രെച്ച് ആവുന്നത്, ഈ കൈ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബ്രെത്തിലേക്ക് പിന്നെ കുറെ കാര്യങ്ങൾ അവര് തരും. ഇത് മുഴുവൻ നമ്മൾ ഫോക്കസ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ യോഗ ചെയ്യൂ. നമ്മൾ അവെയർ ആണ് ഇതെല്ലാം സ്ട്രെച്ച് ചെയ്യുന്നതും ആ ഒരു അവയർനെസ് നമുക്ക് അവിടെ ഉണ്ടാവും. ഉള്ളിലേക്കുള്ള ഒരു ഇന്റേണൽ അവയർനെസ് ആണ് യോഗയിൽ വരുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു യോഗാശ്രമത്തിൽ വരുന്ന ഒരാള്, ഇപ്പൊ ആൾക്ക് ചിലപ്പോ ഒരു പെയിൻ, ശരീരത്തിൽ അല്ലെങ്കിൽ നടുവിൽ ഒരു വേദന എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മെത്തേഡ് ഓഫ് ഐഡന്റിഫൈങ്? ഉടനെ തന്നെ ആളൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് ഇടുവോ, അതോ ഡയറ്റ് ആണോ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു പ്രോസസ്സ് കൊണ്ടുപോകുന്നത്? ആദ്യം തന്നെ യോഗാശ്രമിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും എന്താണെന്ന് അറിയാനായിട്ട് ഒരു ഹിസ്റ്ററി എടുക്കും, കേസ് ഹിസ്റ്ററി എടുക്കും. അതിനുശേഷം ആദ്യം ചെയ്യുന്നുണ്ടല്ലോ, ഗട്ട് ഇസ് ദ മെയിൻ കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ് എന്നാ പറയുക. നമ്മുടെ വയറാണ് എല്ലാത്തിന്റെയും മൂലകാരണം. അപ്പൊ വയറിന് നല്ലൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവരെ ഒരു പെയിൻ മാനേജ്മെന്റിലേക്ക്, അക്യുപഞ്ചറിലേക്കൊക്കെ നമ്മൾ ഒരു സെറ്റ് ഓഫ് അക്യുപഞ്ചർ ഡേയ്സ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷമാണ് പെയിനും ഇൻഫ്ലമേഷനും മാറ്റിയതിനു ശേഷം മാത്രമേ യോഗ തെറാപ്പിയിലേക്ക് അവരെ കൊണ്ടുപോകും. ഇതാണ് അവരുടെ ഒരു പ്രോസസ്സ്. പെയിൻ ആൻഡ് സ്ട്രെസ് ക്ലിനിക് എന്ന് വേണമെങ്കിൽ എന്റെ ഇതിനെ പറയാം. എത്ര ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരും? ഇപ്പൊ അടുത്ത് 10 ദിവസം. എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഒരാളുടെ സമയം കളയാതെ 5 ദിവസം തൊട്ട് 10 ദിവസം കൊണ്ട് മാക്സിമം കുറച്ച് അവർക്ക് എത്ര റിസൾട്ട് കൊടുക്കാം, 1 അവർ ഇത്രേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരു 1 അവർ 10 മണിക്കൂർ കൊണ്ട് നമുക്ക് പെയിനിനെയും സ്ട്രെസ്സിനെയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ അവരോട് പറയും ഗ്രൂപ്പ് ക്ലാസ് വഴി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഇപ്പം ഉള്ളവരാണ് ഇങ്ങോട്ട് ഇപ്പൊ യോഗാശ്രമത്തിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ? എന്തൊക്കെ ഒരു അസുഖങ്ങളുമായിട്ട് ഉണ്ടെങ്കിൽ വരാം? മറ്റ് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ വന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന? ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ പോലെ പാർക്കിൻസോണിസം, അതുപോലെ തന്നെ മൈഗ്രെയിൻ, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് എന്താണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതൊക്കെ. അതുപോലെ തന്നെ വിമൻസ് ഹെൽത്ത്, അത് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഈ പറഞ്ഞ പോലെ തന്നെ 1 മാസം എന്റെ ക്ലിനിക്കിലേക്ക് ലേഡീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതും 40+ ആയിട്ടുള്ള ലേഡീസ്. അപ്പൊ ആ ഒരു 40+ ആയിട്ടുള്ള ആൾക്കാരുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം, മേ ബി ഞാനും ആ ഒരു ഇതിനകത്തേക്ക് കാറ്റഗറിയിലേക്ക് ബിലോങ് ചെയ്യുന്നോണ്ടായിരിക്കാം, ആ പറഞ്ഞ അതേ പ്രശ്നം വന്നപ്പോ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിട്ട് ഡോക്ടറിനെ എങ്ങനെ മനസ്സിലായി എന്റെ പ്രശ്നം? കാരണം അത് അവരുടെ മാത്രമല്ല, എത്രയോ ആൾക്കാരുടെ പ്രശ്നമാണ്. പക്ഷെ അവര് വിചാരിക്കും ഐ എം ഓൾ അലോൺ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ കിഡ്സിന്റെ നമ്മൾ അധികം, കാരണം അതിനകത്തേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളും, വയറിന്റെ അസുഖങ്ങൾ, ഇത്രയും 4 സെക്ഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ വിമൻ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സ്ത്രീകളുടെ ഒരു ആരോഗ്യത്തിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് PCOD പോലത്തുള്ള അസുഖങ്ങളാണോ, തൈറോയിഡ് ആണോ, അതോ ഇപ്പൊ ഫൈബ്രോയിഡുകൾ വരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് യോഗ തെറാപ്പിയിൽ. അപ്പൊ ആ ഒരു വിമൻസ് ഹെൽത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ ഏത് സെഗ്മെന്റിലാണ് മാഡം കൂടുതൽ അല്ലെങ്കിൽ ഡോക്ടർ കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളത്? എനിക്ക് യൂട്രസിന്റെ എല്ലാ ഡിസോർഡേഴ്സും സുഖമായിട്ട് മാറ്റാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാൻസർ സിറ്റുവേഷനിലേക്ക് വന്നല്ല പറയുന്നത്. ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ലേഡീസും ചെക്ക് ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ വൈറ്റമിൻ D. 2, ഫെറിറ്റിൻ ലെവൽ. ഈ 2 സാധനങ്ങൾ മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവർക്ക് വയറ് ഗ്യാസ് ബ്ലോട്ടിംഗ് ഉണ്ട്, H. പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഹോർമോണൽ എസ്.
ഹോർമോണൽ എസ്സേ കൺസിസ്റ്റ് ഓഫ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ. പിന്നെ അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ IgE. പിന്നെ അവർക്ക് നെർവ് അല്ലെങ്കിൽ കൈവേദനയാണ്, കാലുവേദനയാണ്, ഫൈബ്രോമാൽജിയ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ B12ഉം അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ കിട്ടി, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പിന്നെ അവർ പിന്നെ ഉറക്കം കുറവ്. ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഉറക്കക്കുറവ്. അപ്പൊ അല്ലാതെ നമ്മൾ കുറെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു അല്ലെങ്കിൽ അക്യുപഞ്ചർ ചെയ്തു, പക്ഷെ മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആണെങ്കിൽ അത് കൊടുത്താൽ പോരെ. അപ്പൊ നമ്മള് ഈ മനുഷ്യരെ ഇട്ട് ചുറ്റിക്കാതെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് അത് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. എനിക്കിപ്പോ അക്യുപഞ്ചർ എനിക്ക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് 5 ദിവസത്തെ കോഴ്സിന് നമുക്ക് പൈസ കിട്ടും. പക്ഷെ എനിക്ക് ഇഷ്ടം അത് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുന്നതിലുള്ള ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല എന്റെ ഫുൾ ടീമും അങ്ങനത്തെ സ്റ്റാഫാണ്. അപ്പൊ ഈ ഒരു വിമൻസ് ഹെൽത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ആരും നോക്കാത്തൊരു കാര്യം, സ്പെഷ്യലി ഇത് കാണുന്ന എല്ലാ ലേഡീസിനോടും ഞാൻ പറയാം, anti-TPO, anti-TG. ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ആന്റിബോഡീസ് കൂടുതലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടീനേജ് ആണെങ്കിൽ അവർക്ക് PCOD ഷുവർ ആണ്. ഈ ആന്റിബോഡീസ് ഒരു 30 തൊട്ട് 40 വയസ്സ് മധ്യ പ്രായമുള്ളവരാണെങ്കിൽ ഫൈബ്രോയിഡ് ഷുവർ ആണ്. ഇത് 50 തൊട്ട് 60 വരെ ഇത് കൂടുതലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഷുവർ ആണ്. അപ്പൊ ഈ ആന്റിബോഡീസിന്റെ അളവ് കണ്ടമാനം ബ്ലഡിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സ്കാൻ ചെയ്ത് പറഞ്ഞാൽ ഉറപ്പാണ്. അപ്പൊ അവര് വിചാരിക്കും ഞാൻ വല്ല ജോത്സ്യനാണോ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. പക്ഷെ വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ച് അതിനകത്ത് റിസർച്ചുകൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ സർവജ്ഞപീഠത്തിലാണെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാല് ഒരിക്കലും ഒന്നും ഞാൻ പഠിക്കില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്, ഞാൻ എന്റെ പേഷ്യന്റിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ പഠിത്തങ്ങളൊന്നും എനിക്ക് മതിയായിട്ടില്ല. ഓരോ പേഷ്യന്റും എന്റെ ഓരോ ടീച്ചേഴ്സാണ്. അപ്പൊ ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അന്ന് ഇപ്പം ഡോക്ടർ ഇതിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീമേ അല്ല, എല്ലാവരും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു MBBSലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രീം സെലക്ട് ചെയ്യാനുണ്ടായ ഒരു റീസൺ? ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് എന്റെ മുത്തശ്ശൻ വൈദ്യനായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാ തമാശക്ക് വെക്കേഷൻ വന്ന് ഈ ഒരു പ്രമിസസ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ചുമ്മാ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാണ്. പക്ഷെ എനിക്കറിയാതെ ഇവിടെ തന്നെ ആവേണ്ടി വന്നു. ചിലപ്പോ മുത്തശ്ശന്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോ എനിക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നത്. ആളും വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും യോഗയിലൂടെ തന്നെയായിരുന്നു മുത്തശ്ശനും പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇപ്പൊ റീസണലായിട്ട് കണ്ടുവരുന്നത്? ഒന്ന് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും? നമുക്ക് ഈ പാൻഡമിക് തൊട്ടാണ് ശരിക്കും ഈ ഒരു പ്രശ്നം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അത് കൂടുതലും ആൾക്കാരെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ലോക്ക്ഡൌണിന്റെ സമയത്ത് വൈറ്റമിൻ D ഡെഫിഷ്യൻസി മിക്കവരിലും തന്നെ വന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കാരണം അതാണ്. അപ്പൊ അതിന്റെ നമ്മളുടെ വയറിലേക്ക് ഫുഡ് പോയി കഴിയുമ്പോൾ ഒരു വാൽവ് ഉണ്ട്, അത് അടയും, വാൽവ് തുറക്കും, അതിന് ഫുഡ് കയറി കഴിയുമ്പോൾ അടയും. ഈ വാൽവിന്റെ സ്ട്രെങ്ത് നിർണ്ണയിക്കുന്ന വൈറ്റമിൻ D ആണെന്ന് റിസർച്ച് പേപ്പേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ACV വാൽവിന്റെ അതാണ് ഒരു കാരണം. രണ്ടെന്ന് പറയുന്നത് അമിതവണ്ണം വരുമ്പോ ഈ വയറ് കുറച്ചിങ്ങനെ പൊങ്ങി ഈ അസിഡിറ്റി കയറി വരാനായിട്ട് ഈ വാൽവ് ഓട്ടോമാറ്റിക്കലി തുറക്കും. അത് ഒരു അമിതവണ്ണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് മേടിച്ച് ഈ ജങ്ക് ഫുഡ് ഈറ്റിംഗ്. കുട്ടികളിൽ വരെ അസിഡിറ്റിയാണ്. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടി കഴിഞ്ഞ ദിവസം വന്നത് അതിന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുൾ അസിഡിറ്റിയാണ്. അപ്പൊ അത് ഈ ഏമ്പൊക്കെ വിട്ട് വലിയ ആൾക്കാരുടെ വിട്ട് ഗ്യാസ് ഒക്കെ ആയിട്ട് നടക്കുക. അപ്പൊ അവര് പറയാ പാരന്റ്സിന് പോലും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ കുട്ടി മറ്റേ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ മേടിച്ച് കഴിച്ച് ഈവൻ വീട്ടിലുള്ളതും കഴിക്കുന്നു, പുറത്തുനിന്നുള്ളതും മേടിച്ച് കഴിച്ചിട്ടാണ് ഇത് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഗ്യാസ് ഈ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് പോലും വരുന്നത് ഈ ജങ്ക് ഫുഡ് ഈറ്റിംഗ് ആണ്. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ സെഡൻഡറി, ഇപ്പൊ പ്രായമായവരിൽ മാത്രമായിരുന്നു ഈ അസിഡിറ്റി ആദ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്ത് അവർക്ക് എന്താ വെച്ചാൽ അവരുടെ അവയവങ്ങൾക്കും അതിനൊക്കെ ഒരു ഇത് വരുമല്ലോ, ഒരു വെയർ ആൻഡ് ടയർ സംഭവിക്കും, അവരുടെ വാൽവ് ലൂസ് ആവും പ്രായാധിക്യമായിട്ടുള്ള. പക്ഷെ ചെറുപ്പക്കാർ വരുമ്പോ അതാണ് അവർക്ക് പേടി. ഈ പ്രായത്തില് അത് വേറൊന്നുമല്ല, ഈ ചീത്ത ബാക്ടീരിയസ് പെറ്റുപെരുകുന്നതാണ്. അതിനകത്ത് പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ H. pylori ബാക്ടീരിയ. അതിന്റെ അതിസങ്കരമാണ് ഈ അസിഡിറ്റിയുടെ മെയിൻ കാരണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നമ്മളുടെ ഫുഡിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത് എന്നുള്ളത്.
ഇപ്പൊ ഈ ഡോക്ടറിന്റെ ഈ കോഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ യോഗാശ്രമത്തിന്റെ യോഗ തെറാപ്പി കോഴ്സ്, അതുപോലെ തന്നെ നാച്ചുറോപ്പതി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ചെറിയ ഒരു ജനറേഷന് ആഗ്രഹങ്ങൾ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നൊന്ന് പറയാമോ? നാച്ചുറോപ്പതിയുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അതിന്റെ കോളേജ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ ഒരു പ്രാധാന്യം ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ലാത്തത്. ഇപ്പോ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിപ്ലോമ ഹോൾഡേഴ്സ് ഒത്തിരി പേര് കേരളത്തിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളെയും അവരെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. കാരണം ഞങ്ങള് ബാച്ചുലർ ഓഫ് BNYS എന്നാണ്, അതായത് MBBSന്റെ എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിച്ചിട്ട് മെഡിസിൻ മാത്രമാണ് നമുക്ക് പഠിക്കാനില്ലാത്തുള്ളൂ. ആ സബ്ജക്റ്റിന് പകരമാണ് നാച്ചുറോപ്പതിയുടെ സബ്ജക്ട്സും യോഗയും. അതായത് ആദ്യത്തെ വർഷം തൊട്ട് അവസാന വർഷം വരെ നമുക്ക് യോഗ സബ്ജക്റ്റ് ആണ്. അപ്പൊ യോഗയുടെ ഹിസ്റ്ററി, ഫിലോസഫി, അതുപോലെ തന്നെ അക്യുപഞ്ചർ, ഫിസിയോതെറാപ്പി, എല്ലാ സബ്ജക്ട്സും, ഒബ്സ്ട്രിറ്റിക്സ്, ഗൈനക്കോളജി, അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ യോഗയിൽ നമുക്ക് ബിരുദം കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. അക്യുപഞ്ചറിൽ ബിരുദം കിട്ടിയവരെ ക്രൂസിലൊക്കെ, അതായത് നമ്മള് ഷിപ്പിലൊക്കെ അക്യുപഞ്ചറിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്പാ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒത്തിരി പേരെ വെൽനസ് മാനേജേഴ്സ് ആയിട്ട് നമുക്ക് ഏറ്റവും ബാലി, അതുപോലെ തന്നെ ആത്മന്തൻ വെൽനസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതിനകത്തൊക്കെ ഞങ്ങളുടെ തന്നെ സീനിയേഴ്സ് ആണ് അതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്പാ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ സ്പായിലും നമ്മളുടെ തന്നെ സീനിയേഴ്സ് ആണ് അവിടുത്തെ മെയിൻ മാനേജേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ആയിട്ടും ഇരിക്കുന്നത്.